മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 22 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ഈശോനാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിവില്ല. പിന്നെ നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? ഒന്നിനെക്കുറിച്ചും ആകുലതപ്പെടേണ്ടെന്ന് കർത്താവ് പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് നമ്മളുടെ എത്ര പേർക്കറിയാം? നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ ഈശോയ്ക്കറിയാം. അത്രയും കരുതലുള്ള ഒരു കർത്താവ് നമുക്കുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ആകുലതപ്പെടുന്നത്? പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആകുലതയല്ലേ, കുടുംബത്തെ ഓർത്ത്, സാമ്പത്തിക മേഖലയെ ഓർത്ത്, മക്കളെ ഓർത്ത്, ജീവിതത്തിന് മുന്നോട്ടുള്ള കാര്യങ്ങളെ ഓർത്ത്, പഠനത്തെ ഓർത്ത്, ഇന്റർവ്യൂവിനെ ഓർത്ത്, ഒത്തിരി കാര്യങ്ങളാൽ നമ്മളെല്ലാം ആകുലതയിൽ കിടക്കുക. ഈശോനാഥൻ പറയാണ്, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടണ്ട. കാരണം അത്രയും കരുതലുള്ള കർത്താവ് നിന്റെ ജീവിതത്തിന്റെ അരികിലുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ചെറിയ ചലനങ്ങളെ പോലും അറിയുന്ന കർത്താവ് നിന്റെ ജീവിതത്തിന്റെ അരികിലുണ്ട്. നീ അറിയുന്നുണ്ടോ നിന്റെ ജീവിതത്തിൽ നടക്കുന്ന എന്തൊക്കെയാണെന്ന്? അറിയുന്നില്ല. പക്ഷെ കർത്താവ് അറിയുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ നടക്കുന്നതും നടന്നുകൊണ്ടിരുന്നതും നടന്നതും നടക്കാനിരിക്കുന്നതും എല്ലാം കർത്താവ് അറിയുന്നുണ്ട്. മക്കളെ, നമ്മൾ അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടണ്ട. കർത്താവ് നമ്മളെ കാണുന്നുണ്ടുള്ള വിശ്വാസത്തെ പ്രാർത്ഥനയിൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പോയി നോക്കിക്കേ, അനുഗ്രഹിക്കപ്പെടും നമ്മുടെ ജീവിതം. അങ്ങനെ ഏത് കാര്യം ചെയ്യുമ്പോഴും ഭയമില്ലാതെ കർത്താവിനെ കാണുന്നുണ്ട്, കർത്താവിന്റെ അരികിലുണ്ട്, ഇങ്ങനെയൊന്ന് പറഞ്ഞിട്ട് ചെയ്തു നോക്കി, ആ വിശ്വാസത്തെ ചെയ്തു നോക്കുക. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടണ്ട. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടണ്ട. ഇന്ന് തിരുസഭ വിശുദ്ധ മരിയാഗുരേത്തിയുടെ തിരുനാള് കൊണ്ടാടുക. പ്രലോഭനം അവൾക്ക് ലഭിച്ചപ്പോ അവൾ അതിൽ വീഴുന്നില്ല. കൊല്ലപ്പെടുമെന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴും തെറ്റിന്റെ വഴിയിലേക്ക് അവൾ പോകുന്നില്ല. അവൾ തന്റെ കന്യാത്ത സൂക്ഷിക്കുകയാണ്. 12-ാമത്തെ വയസ്സിൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തുകൊണ്ടാണ് മരിക്കുമെന്ന് അറിഞ്ഞിട്ടും തന്റെ കന്യാത്തം അവൾ കാത്തു സൂക്ഷിച്ചത്? തെറ്റിലേക്കും പ്രലോഭനങ്ങളിലേക്കും അവൾ വീണുപോകാതിരുന്നത്. അവളൊന്നിനെക്കുറിച്ച് ആകുലപ്പെട്ടില്ല. മരണത്തെക്കുറിച്ച് അവൾ ആകുലപ്പെട്ടില്ല. ഇനി മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് അവൾ ആകുലപ്പെട്ടില്ല. എന്ത് ചെയ്യുമെന്ന് അവൾ ആകുലപ്പെട്ടില്ല. അവള് കർത്താവിൽ വിശ്വസിച്ചു. എന്റെ കർത്താവ് എന്നെ കാണുന്നുണ്ടെന്ന് അവൾ വിശ്വസിച്ചു. എന്റെ കർത്താവ് എന്റെ ആത്മാവിനെ കൈവിടത്തില്ല എന്ന് അവൾ വിശ്വസിച്ചു. എന്റെ ജീവിതം കർത്താവ് സൂക്ഷിച്ചുകൊള്ളുമെന്ന് അവൾ വിശ്വസിച്ചു. അതുകൊണ്ട് അവൾ മരിക്കേണ്ടി വന്നു. പക്ഷെ അവളുടെ ആത്മാവ് നഷ്ടപ്പെട്ടില്ല. ആത്മാവിനെ സ്വർഗത്തിലേക്ക് എടുത്തു. 12 വയസ്സുള്ള കുഞ്ഞ് വലിയ വിശുദ്ധയായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടണമെന്ന മരിയാഗുരേത്തിയുടെയൊക്കെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവരുടെയൊക്കെ ജീവിതമൊക്കെ നമുക്ക് വലിയ മാതൃകയാണ്. നമുക്ക് ആ മാതൃക സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തെ ഈശോയുടെ കരങ്ങളിൽ കൊടുക്കാം. പ്രത്യേകിച്ച് പുതിയ ഒരാഴ്ചയിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ആഴ്ചയിൽ എല്ലാ കാര്യങ്ങളിലും കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ബോധത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ ജീവിതങ്ങളെ അങ്ങ് തുറണമേ. ഇവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും ദുരാത്മശക്തിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഈ ആഴ്ചയിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.